സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എഴുതിയോ? അടുത്ത എഴുതിക്കും. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഒന്നിന്റെ ആൻസർ ഓപ്ഷൻ ബി. ശരിയാണോ? രണ്ട്, 4, 1. ഈഴവ മെമ്മോറിയൽ, പാലിയം വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം ആൻഡ് പാലിയം സത്യാഗ്രഹം. ഈഴവ മെമ്മോറിയൽ വർഷം 1896 അല്ലെ? ഗുരുവായൂർ സത്യാഗ്രഹം 31, പാലിയം വൈക്കം സത്യാഗ്രഹം 24, 25, പാലിയം 47. അല്ലെ, എഴുതിയേക്കുന്നത് ശരിയല്ലേ? ഞാൻ എഴുതിയേക്കുന്നത് ഓക്കെ. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി 2, ഓപ്ഷൻ സി, ശങ്കരൻ നായർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി, രണ്ടാം ഈഴവ മെമ്മോറിയൽ ലോർഡ് കേഴ്സൺ ആണ്. ശരിയായ ജോഡി എഴുതുക. നാലാമത്തെ ആൻസർ ഓപ്ഷൻ ഡി. എല്ലാം ശരി. ആത്മവിദ്യാസംഘം, വഗ്ഭടാനന്ദൻ, വക്കം മൗലവി, സ്വദേശ അഭിമാനി, സുഗ്രിയാക്കോസ് ഏലിയാസ് ചവറ, ആത്മാനുതാപം. സമത്വ സമാജം 5, വൈകുണ്ഠസ്വാമികൾ 1836. പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഉണ്ടായിരുന്ന കാരണം ഏത്? 7, ഓപ്ഷൻ ബി, ചൗരി ചൗര സംഭവം. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? 9 ഓപ്ഷൻ ബി. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്? 10 സി. വില്യം ജോൺസ്. നമ്മൾ കഴിഞ്ഞ ദിവസം പാലക്കാട് ചുരത്തിന്റെ വീതി 40 എന്നാണോ പറഞ്ഞത്? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വീതിയാണ്. ഒറിജിനലി പാലക്കാട് ചുരത്തിന്റെ ശരാശരി വീതി 30 ആണ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്ന പാർലമെന്റിന്റെ ഏത് സഭയിലാണ്? 11. ഓപ്ഷൻ ബി. ലോക്സഭയിൽ. മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃപ്രതിസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയിലാണ് സമീപിക്കാൻ കഴിയുന്നത്? സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും. 12 സോറി 226 ഹൈക്കോടതി. ക്വസ്റ്റ്യൻ അങ്ങ് വരെ വായിച്ചില്ലെങ്കിൽ പണി കിട്ടും ഇല്ലേ? വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചു. 61. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ്. രാജ്യസഭയെ കുറിച്ച് ശരിയായ പ്രസ്താവന. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. കാലാവധി 5 വർഷമില്ല. സ്പീക്കർ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നു. 15. ആൻസർ ഈസ് ഓപ്ഷൻ സി. 1ഉം 2ഉം ശരി. ഉപരാഷ്ട്രപതി അധ്യക്ഷനാണോ? നമ്മളിന്ന് 28 ചോദ്യ പേപ്പർ ഇന്നുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 100 എണ്ണമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നല്ല ലെവലിലേക്ക് മാറും. കൃത്യം ഈ സമയത്ത് ഇപ്പൊ വരണം എന്നൊക്കെ നിങ്ങൾക്കുള്ളിൽ ഒരു തോന്നലുണ്ടോ? ക്ലാസ് മിസ്സാകുമ്പോ ഒരു ഫീല് അങ്ങനെ ചെയ്യണം. നേരത്തെ ഇങ്ങനെ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? 16. ഓപ്ഷൻ എ. മെയ് 2. ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്? ജെഡി വാൻസോ. 17. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യനുള്ളിൽ ലഭിക്കുന്നതിന് ജവഹർലാൽ സർദാർ പട്ടേലും ഒപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി? 18. ഓപ്ഷൻ എ. വി പി മേനോൻ. ഓരോ ദിവസവും കിട്ടുന്ന മാർക്ക് കൂടെ എഴുതി വെക്കണം. OMR ഇല്ലെങ്കിൽ OMR-ൽ തന്നെ എഴുതി പഠിക്കണം. എന്നാലേ നമ്മുടെ മാനസികമായി നമ്മളെ തന്നെ വിശ്വസിപ്പിക്കണം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ടുള്ളത്. അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. 20. ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ? 19. ബി. ഗുൽസാരിലാൽ നന്ദ. 54. ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ഏത് രാജ്യവുമായിട്ടാണ്? ചൈന. 20. സി.
മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. 21. 22. ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ്. നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിച്ചിരിക്കുന്നത് വാരണാസി. ISRO ഓപ്ഷൻ A ഡോക്ടർ V നാരായൺ. 25 ഓപ്ഷൻ C ഹിരാക്കുഡ് മഹാനദി. സർദാർ സരോവർ നർമ്മദ. കൃഷ്ണരാജ സാഗർ കാവേരി. നിസാം സാഗർ ഗോദാവരി. ശരിയാണോ? മാർക്ക് ചെയ്ത് ശരിയാണോ? മാറിയിട്ടില്ലല്ലോ. ഓക്കെ, 28 വരെ എഴുതിയിട്ട് പറയും. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ്. 26 ഓപ്ഷൻ A അഗസ്ത്യമല. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. 27 ഓപ്ഷൻ B മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ. 28 ഓപ്ഷൻ D കൊല്ലം ചെങ്കോട്ട. തിരുവിതാംകൂർ. എഴുതിയോ? പറയാത്ത 2-3 പേര് പറയണ്ടേ? നിങ്ങൾ ഒരാളെ നോക്കിക്കഴിഞ്ഞ അല്ലാത്ത 2-3 പേര് പറയുമല്ലോ. ഹിമാദ്രിയുടെ സവിശേഷതകൾ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്, സവിശേഷത അല്ലാത്തത്. നിരപ്പായ 1, 4. അല്ല, 29 ഓപ്ഷൻ C. 30 ബ്രഹ്മപുരം. ഡിലീഷൻ 34 ഉണ്ട്, ഓർത്തോണേ. ആൻസർ കീ മാറ്റിയതാ അതിൻ്റെ. ആദ്യം നല്ലളമായിരുന്നു തോന്നുന്നു കൊടുത്തിരുന്നത്. നിങ്ങൾ എന്താ നല്ലളം എഴുതിയോ?
അയ്യോ, ഇതിന്റെ ആൻസർ കീ ആദ്യം നല്ലളമായിരുന്നു, ഫൈനൽ കീ വന്നപ്പോഴാണ് ബ്രഹ്മപുരം ആയത്. ഈ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം 2027 സൗദി അറേബ്യയാണ്. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. 32 ഓപ്ഷൻ ഡി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. മതികെട്ടാൻ ചോല 2003 ദേശീയ ഉദ്യാനമായി. ഇരവികുളം, നീലഗിരി താറ്, സൈലന്റ് വാലി, നീലഗിരി കുന്നുകൾ. ഓ, എങ്ങനെയൊക്കെ ഓപ്ഷൻ ഒപ്പിച്ച് വെച്ചേക്കണം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ളതാണ് സൈലന്റ് വാലി. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചോദ്യം വന്നത്. 2 ദിവസം കൊണ്ട് എനിക്ക് ഭയങ്കര ചുമ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകൾക്ക് പ്രാദേശികവാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായി ഉഷ്ണക്കാറ്റിനെ ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആണോ? പെരിയാർ നദി എന്തിനാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? സുന്ദരമല എന്നൊക്കെ ഇട്ടിട്ടുണ്ടോ? നേരത്തെ എല്ലാം ശരിയെന്നാണല്ലോ കൊടുത്തിരുന്നത്. എല്ലാം ശരിയെന്നല്ല. ബാഡിസ് എന്നറിയപ്പെടുന്ന ആരാ? പമ്പ. എന്താ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? 1, 3, 4 ഉണ്ടായിരുന്നല്ലോ ഓപ്ഷൻ. സുന്ദരമല എല്ലാത്തോണ്ട് അടിക്കും. പെരിയാർ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണോ? ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ഡീപ്പായിട്ട് നോക്കുന്നത്, അല്ലേ? ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിന് വരാവുന്ന ചോദ്യം. പിയൂൺ പരീക്ഷയുടെ, പക്ഷെ അത്ര ഇച്ചിരി നല്ല ടൈറ്റ്, അത്യാവശ്യം കുഴപ്പമില്ലല്ലേ? ഒന്ന് ആലോചിച്ചും കണ്ടൊക്കെ എഴുതണ്ട. സ്മാർട്ട് ഓപ്ഷൻ ഡി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ലക്ഷ്യമിടുന്നു. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി 36. ആൻസർ ഈസ് ഓപ്ഷൻ ബി, പെരിയാർ.
39 ആലോചിക്കാനായിരിക്കും നിങ്ങൾ സമയം എടുത്തല്ലേ. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞ് നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്തു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾ എന്തെഴുതി വെച്ചു? ആൻസർ കേൾക്കട്ടെ. മഴ നിഴൽ പ്രദേശങ്ങൾ. കുങ്കുമപ്പൂ കരേവാസ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് 37. ഓപ്ഷൻ ഡി പുല്ലമ്പാറ. ഫിഫ്റ്റി വരെ ഡിലീഷൻ ഒന്നുമില്ല. തെറ്റായവ തിരിച്ചറിയുക. മാർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. അവിടെ തന്നെ തെറ്റായവ തിരിച്ചറിയുക. 1ഉം 4ഉം തെറ്റാണ്. ഓക്കെ ശില്പ, താങ്ക് യു. ഓപ്പറേഷൻ ബ്രഹ്മ എന്നത് എവിടുന്ന് കൊണ്ടുവന്നാണ്? മ്യാൻമർ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് എന്നറിയപ്പെടുന്നു. നീണ്ടകര. 42 ഡി. ആൻസർ ഈസ് ഓപ്ഷൻ എ. 3ഉം 4ഉം ശരിയാണ്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കുറവുള്ളത് ആലപ്പുഴ. 44 ആൻസർ ഈസ് ഓപ്ഷൻ സി. ഒന്നാമത്തത് 3 കരിമാടിക്കുട്ടൻ ആലപ്പുഴ, 2 4 ചന്ദ്രഗിരിക്കോട്ട, പുനലൂർ തോക്കുപാലം കൊല്ലം, വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറം. സിമ്പിൾ ആയിരുന്നല്ലോ. നിമിഷ സുധീറിന്റെ സിസ്റ്റർ എന്തേ? 1 ദിവസവും 2 ദിവസവും കണ്ടു വന്നു OMR എഴുതാനല്ലേ? ചേച്ചിയോട് പറയരുതോ അടങ്ങിയൊക്കെ ഇരുന്ന് പഠിക്കണം ചേച്ചി, എന്നാലേ കിട്ടത്തുള്ളന്നൊക്കെ പറയണ്ടേ? അനിയത്തിയാണ്. മാരീഡ് ആണോ അത്? ഡി. 2ഉം 4ഉം ശരിയാണ്. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം 46 ഡി.
പേരെന്തുവാ? കോകില സന്ദേശം. ഏതാണ് പ്രജീഷിന്റെ കൂട്ടുകാരി? റിനു സഫീന എന്നും മെസ്സേജ് ചെയ്യുമല്ലോ. മെസ്സേജ് അല്ല ഇത് വരും. എന്നിട്ട് എന്താ വരാത്തത്? സ്റ്റുഡന്റ് ആപ്പാണോ ചെയ്തെന്ന് നോക്കൂ. സ്റ്റുഡന്റ് ലോഗിൻ ചെയ്തേക്കുവാണോ നോക്കാൻ പറ. ടീച്ചറായിട്ടല്ല, സ്റ്റുഡന്റ് ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ. ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്. ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്റ്റുഡന്റ് ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ. ഇന്ന് ആ കുട്ടി അയച്ചിട്ടില്ലല്ലോ. ഉം. B. പൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. 48. ഓപ്ഷൻ സി. 1, 4, കിൽമർ ചലച്ചിത്ര രംഗം 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 50. ഡി. സാറ ജോസഫ്. ഇന്ന് രാവിലെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനകത്ത് എത്തുമായിരുന്നു. ഈ വീട് എന്തുവായിരുന്നു? കേശവ പുരസ്കാരോ? കേശവദാസ് പുരസ്കാരം. ഇത് തന്നെ 2023 അല്ല, ഈബി സംതിങ് ചോദ്യമാണ്. സാഹിത്യ അക്കാദമിയായിരുന്നു. ഉം. നാഗപതിവെക്കൽ, കുരുമുളക്. കരിമ്പൻ 53. ഫംഗസ്. അഡ്വഞ്ചർ ടൂറിസം അക്കാദമി 52. ഓപ്ഷൻ ബി ശാസ്താംപാറ. വനിതകൾക്കായി സുഭദ്ര യോജന 51. ബി ഒഡീഷ. 55 is cancelled. ആന്തര സമസ്ഥിതിക്ക് എന്തുവാ ഇത്ര പ്രശ്നം? ഹൈപ്പോതലാമസ് അല്ലേ ആന്തര സമസ്ഥിതി, പിന്നെന്തുവാ? ക്യാൻസൽ ചെയ്തേക്കോ കേട്ടോ.
56 കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. സി തിരുവനന്തപുരം. അസ്കോർബിക് ആസിഡ് വൈറ്റമിൻ സി. 57. അതിന്റെ ആൻസർ സിയ, ഇതിന്റെ ആൻസർ സിയ. മനസ്സിലായി? ഇത് സിയ, ഇത് സിയ. 58, 59. 59തൊക്കെ മാറ്റിയേക്കുന്നല്ലോ. യുനെസ്കോ. ഒന്ന് മാത്രം ശരി. കൂടിയാട്ടം. ഓപ്ഷൻ ഡി. സിംല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത്. 58A. രണ്ടും നാലും റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു. പ്രതിപതന തലം പുറത്തേക്കുന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങൾ. 61 ഓപ്ഷൻ ബി. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാ മതി അല്ലേ? താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് സിങ്ക് കലാമിൻ? 63 ഹൈഡ്രജൻ. താപപ്രേഷണം എല്ലാം ശരിയാണ്. രസതന്ത്ര നോബൽ സമ്മാനം ക്വാണ്ടം ഡോട്ട്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സമീർ വി കാമത്ത്. 67 ക്യാൻസൽ ആണോ നോക്കട്ടെ. 67 ഡിലീറ്റഡ് ആണ്. ആദ്യം കൊടുത്തത് സുന്ദാലാൻഡ് ആയിരുന്നു.
സുണ്ടാലാൻഡും ഇന്ത്യയിൽ ഉൾപ്പെടുന്നതാണ്. അറുപത്തെട്ടും 69 എഴുതിയാൽ മതി. മലമ്പനി രോഗകാരിയെ പ്ലാസ്മോഡിയം പ്രോട്ടോസോവ. വൈഡൽ പരിശോധന 69. ആൻസർ ഈസ് ഓപ്ഷൻ ബി, സാൽമോണല്ല ടൈഫി. ഫാഗോസൈറ്റിക് കോശം എന്ന് പറഞ്ഞത് ഓപ്ഷൻ സി, മോണോസൈറ്റ്. കാർഡിയാക് സൈക്കിൾ 0.8 സെക്കൻഡ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ. ഓപ്ഷൻ ഡി, ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ. BCG. കാൽസ്യത്തിന്റെ സാധാരണ അളവ് 9-11 മില്ലിഗ്രാം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ മെനിഞ്ചസ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. വൈറ്റമിൻ കെ. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി മിഠായി. അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസിന് കാരണം നെയ്ഗ്ലേരിയ ഫൗലേരി. പിന്നെ ഷാബിൻ ഇല്ലേ? ഷാബിൻ മുമ്പേ വന്നാലുണ്ടോ? ആൻസർ ഈസ് ഓപ്ഷൻ എ, ആശാധാര. നിങ്ങൾ മാർക്കൊക്കെ കൂട്ടി വെക്കും കേട്ടോ. നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഫാസ്റ്റ് റിവിഷൻ പേപ്പർ 2 വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ദെൻ നമ്മൾക്ക് 10th ലെവൽസിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 750 rupees ആണ് എല്ലാ സബ്ജക്റ്റും കൂടെ ചേർന്നിട്ട് വരുന്നത്. എക്സാം വരെയാണ്. VFA, വെബ്കോ, കമ്പനി ബോർഡ്, LGS എല്ലാ സബ്ജക്റ്റും വരുന്നുണ്ട്. +2 ലെവൽസിന് 750, ഡിഗ്രി ലെവൽസിന് 799 ആണ്. കോംബോ ഓഫറും താഴെ അവൈലബിൾ ആണ്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഇനി GK മാത്രം വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. അതിന്റെ പ്രൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും എല്ലാം പുതിയ കോഴ്സുകൾ തന്നെയാണ്. എല്ലാ ദിവസവും റിവിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ OMR പരീക്ഷ ഉണ്ട്. നെക്സ്റ്റ് എന്താണ്, എല്ലാ സബ്ജക്റ്റുകളും ഉള്ളതും നിങ്ങൾക്ക് വായിക്കാം. ഇനിയും സെക്രട്ടറിസിന് ആകെപ്പാടെ ഇനി കുറച്ച് ദിവസങ്ങളിലുള്ള താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്.
ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് മാർക്ക് പറഞ്ഞോളൂ. എല്ലാ ദിവസവും നമുക്ക് ഫ്രീ ക്ലാസ് അവൈലബിൾ ആണ്. 1:30 മുതലാണ് ക്ലാസ് വരുന്നത്. മാക്സിമം 2:15 വരെ ഉണ്ടായിരിക്കും ടൈമിങ്. OMR പരീക്ഷ, അതിന്റെ ലിങ്കുകളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ സിജി ബിജൂസ് അക്കാദമി വഴിയിട്ടാണ് വരുന്നത്. അപ്പൊ അത് നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി. അതിനകത്ത് ജോയിൻ ചെയ്താൽ മതി. ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ഇപ്പൊ എല്ലാ ദിവസവും അവൈലബിൾ ആയിരിക്കും, മൺഡേ ടു ഫ്രൈഡേ. സോനെല്ലാം മാർക്ക് കുറഞ്ഞു പോയതാണോ അതോ എഴുതാഞ്ഞാണോ? ഒത്തിരി മൈനസ് ആയതാണോ? ധന്യ 68, 80. മീനു 62, പ്രജീഷ് 62, കല്യാണിക്കുട്ടി 69, ബിന്ദുജ 60, ചിത്തിര 74. നെഗറ്റീവ് ആയതാണോ? കുഞ്ഞിയെ കുറയ്ക്കണം, നന്നായിട്ട് കുഴപ്പമില്ല. ഒരു 10-15 എക്സാം എഴുതുമ്പോൾ ശരിയാക്കിക്കോളും. അശ്വതി 60, അസി 62, നിമിഷ 64, 61, ഷമ്മു 51. ഡാലിയക്ക് എന്താ അത്രയും കുറഞ്ഞു പോയേ? എഴുതിയില്ലേ? ഡാലിയ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നതാണല്ലോ. ടൈറ്റ് ആയിട്ട് തോന്നിയോ ഇത്? പറയൂ. നഷ്മൂൻ എത്ര ഉണ്ട്? ഫുൾ ഉണ്ടോ? നഫ്സില പോയോ? ഓക്കെ, എന്തൊക്കെയാ തെറ്റു പറ്റിയെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പൊ ഞാൻ ഇതിന്റെ PDF അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ PDF നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. യൂട്യൂബ് വഴി കാണുന്നവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡിഗ്രി ലെവൽ ഫോക്കസ് ചെറിയ എക്സാം പോകുന്നു. രണ്ടും രണ്ട് രീതിയിലാണ് മോളെ പഠിക്കേണ്ടത്. ഡിഗ്രി ലെവൽ പഠിക്കുന്ന രീതിയിലല്ല 10th ലെവൽ പഠിക്കേണ്ടത്. അതാ പ്രശ്നം, മനസ്സിലായി? ഡിഗ്രി ലെവൽ കൂടുതൽ NCERT ഫോക്കസ് ചെയ്താ വരുന്നത്. 10th ലെവൽ SCERT. ആ ഒരു വേരിയേഷൻ, രണ്ട് രീതിയിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ. പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഫോക്കസ് ചെയ്താൽ മതി. 10th ലെവലിലേക്ക് സാരമില്ല, നിസ്സാര കാര്യങ്ങൾ, പക്ഷെ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. PDF വന്നോ നോക്കണേ കുഞ്ഞുങ്ങളെ. വന്നോ? PDF വന്നു. ഓക്കെ, താങ്ക് യു ആൻഡ് ലവ് യു ഓൾ. എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് അങ്ങ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോ ദിവസവും മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ മൈൻഡ് ഒന്നും ചെയ്യണ്ട. നമ്മൾ അതിനെ ഇട്ടിട്ട് പോവരുത്, നമ്മൾ അതിനെയും കൊണ്ടേ പോകാവൂ. അപ്പൊ അത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ രീതിയിലാണ്. ഒരു ചോദ്യകർത്താക്കളുടെ മൈൻഡ് അനുസരിച്ചിട്ടാണ്. ചിലത് സിമ്പിൾ ആണെങ്കിലും, ഇത് നല്ല സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റത്തില്ല. ആ രീതിയിലായിരുന്നു ഇതിന്റെ അറേഞ്ച്മെന്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മടുത്തിട്ട് പോകരുത്. നമ്മുടെ ആവശ്യമാണ് ജോലി, അത് എപ്പോഴും നമ്മുടെ ബോധ്യത്തിൽ വേണം. അങ്ങനെയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.